ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. നല്ലൊരു സുപ്രഭാതം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ തുടങ്ങിയാലോ. നമ്മുടെ നിധിയുടെയും നിതീഷിൻ്റെയും ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിധി അക്ഷയയിൽ പോയി, നിധിയും സുധീഷും കൂടെ പോയി ആധാർ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് യാതൊരു ഫലവും ഉണ്ടായില്ല. കാര്യം ഫോൺ നമ്പർ ഇല്ല. പിന്നെ സാന്ദ്ര വിളിച്ചിട്ട് പറഞ്ഞു അതെ കറക്റ്റ് നമ്പറല്ല, ഇന്നതുപോലെയൊക്കെയാണെന്നും പറഞ്ഞുവല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാണ്ട് നിധി ആകെ വിഷമിച്ചു കേട്ടോ. അപ്പം നമ്മുടെ സുധീഷ് പറഞ്ഞു നമുക്ക് പോയി ചോദിച്ചു നോക്കാം, ഇതൊന്നും ഇല്ലാണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിലും പറ്റില്ല. അതായത് റേഷൻ കാർഡോ അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫിനെ പറ്റിയ എന്തെങ്കിലും വേണം. അപ്പോൾ ഒരു കാര്യവും നടപടി ആവില്ല എന്നുള്ളത് നിധിക്ക് മനസ്സിലാവണം. അങ്ങനെ അവർ തിരിച്ചു വരണം. അപ്പോഴേക്കും നിധി കാറിലിരുന്നോണ്ട് സങ്കടപ്പെട്ട് പറയുകയാണ്, കുഴപ്പമില്ല, ഇതിവിടം കൊണ്ട് നമുക്ക് നിർത്താം. എന്തെല്ലാം പ്രതീക്ഷയോടെ പഠിക്കണം, ഒരു ജോലി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കരുതിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഒന്നും നടന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമാണ്. പക്ഷേ ഇത് സുധീഷിന് ശരിക്കും വിഷമമായിട്ടോ. എൻ്റെ ഇടയ്ക്ക് അവർ കാറിൽ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എത്തുമ്പോൾ സുധീഷ് ഒരു ഇച്ചിരി വെള്ളം കുടിക്കാൻ പറഞ്ഞ് നിർബന്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിധി വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും പോകാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. നിധി വെയിലുള്ളണ്ട് അകത്ത് പോയി കാറിൽ ഇരുന്നോളാൻ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് ആരേക്കും ഒന്ന് രണ്ട് പേരെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആരിൽ നിന്നും നല്ല രീതിയിലോ എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഈ പറഞ്ഞതൊക്കെ തന്നെ അക്ഷയ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരും പറയണത്. എന്തെങ്കിലും ഒരു എവിഡൻസ് ഇല്ലാണ്ട് നമുക്കിതിന് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ സുധീഷിന് ഭയങ്കര വിഷമമായി. അപ്പോൾ ഈ ഫോൺ വിളിക്കാനുണ്ട്. അപ്പം നിധി കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വേണ്ട നമുക്കിനി എന്തെങ്കിലും നോക്കാം, നമുക്ക് വീട്ടിലോട്ട് പോകാം സുധീഷ് എന്ന് പറയുന്നു. അങ്ങനെ സുധീഷ് വണ്ടിയെടുത്ത് അവർ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് ചെന്നപ്പോഴേക്കും വീട്ടിൽ നമ്മുടെ ബ്രോക്കർ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഭാസ്കറിനും നിതീഷ് ഉണ്ട് അവിടെ. അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ വന്നത്. ഏട്ടനും ഏട്ടത്തെയും വന്നുവല്ലോ എന്ന് പറഞ്ഞ് നിതീഷ് വന്നു. അപ്പോൾ ബ്രോക്കറെ കണ്ടപ്പോൾ തന്നെ സുധീഷിന് ആളെ മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കല്യാണ കേസുമായിട്ട് ഞാൻ വന്നതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അച്ഛൻ വഴി വെച്ച് കണ്ടപ്പോൾ ഈ ബ്രോക്കർ കുപ്പായം ഇട്ട് നടന്നിട്ട് എന്താണോ കാര്യം, ഒരു പെണ്ണിനെ പോലും എൻ്റെ മോന് വേണ്ടി കൊണ്ടുവരാൻ തനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്നാക്കി. എന്നാൽ പിന്നെ ഒരു പെണ്ണ് നോക്കി കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കാര്യമായിട്ടാണ് വന്നത്. അപ്പോൾ നിധിക്ക് മനസ്സിലായി ബ്രോക്കറാണെന്നുള്ളത്. നിധി ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏതാ പെൺകുട്ടിയെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നിതീഷ് പറഞ്ഞു, നമ്മുടെ പരിപ്പോടയെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടിയാണെന്ന് ബ്രോക്കർ പറഞ്ഞു. അപ്പോൾ അതേത് കുട്ടിയാണ് ഇവിടെ അടുത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ പരിപ്പോടയുടെ കേസ് പറഞ്ഞു. അതായത് ഒരു പ്രാവശ്യം നമ്മുടെ സുഭാഷിനെയും കൊണ്ട് പെണ്ണ് കാണാനായിട്ട് ചെന്നപ്പോൾ ആ പരിപ്പോട ഉണ്ടാക്കിയപ്പോൾ അത് സുഭാഷും അതിൻ്റെ ഒന്നും കൂടെ അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയായിട്ട് ചെന്ന് കിച്ചണിൽ വെച്ച് പരിപ്പോടയൊക്കെ ഉണ്ടാക്കുന്ന സീനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു. ആണോ, അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്തോ ഒരു ചെറിയ കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ചോ കാര്യങ്ങൾ, ഇനി ഞാനായിട്ട് മക്കൾക്ക് നല്ലതൊന്നും ചെയ്തില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ടാന്നും പറഞ്ഞ് ഭാസ്കരൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പം ബ്രോക്കറും സുധീഷും നിധി അവരെല്ലാവരും കൂടെ ചേർന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം ബ്രോക്കർ പറഞ്ഞു, ഒരു ദിവസം നമുക്ക് നാളെ തന്നെ ഒന്ന് പോയി ആ പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബ്രോക്കർ പോകണം. അതിൻ്റെ പിറ്റേ ദിവസം അന്ന് തന്നെ നമ്മുടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ പെൺകുട്ടിയും സുഭാഷുമായിട്ട് അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇതിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതവർ ഇപ്പം പിന്നീടാണ് അറിയണത്. അപ്പോൾ സുഭാഷ് അന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ പോലീസിനെ പോലെ വട്ടം വളഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഭാഷ് വന്ന കണ്ടപ്പോഴത്തേക്ക് തന്നെ സുധീഷ് റെഡി ആവേണ്ടത്, ചൂളൊക്കെ അടിച്ചതേ ആളെത്തിയെന്നൊക്കെ പറഞ്ഞ് സിഗ്നൽ കൊടുക്കുകയാണേ. അപ്പോൾ സുഭാഷ് വന്ന് കയറിയപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യൽ തുടങ്ങി. അതെ, സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ, എന്തെങ്കിലും രഹസ്യം പറയാതിരിക്കുന്നുണ്ടോ ഒക്കെ ചോദിച്ചപ്പോൾ സുഭാഷിന് കുറേ ആയപ്പോൾ ദേഷ്യം വന്നു. എടാ കാര്യം എന്താണെന്ന് പറയാം. അപ്പം നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഇന്നതുപോലെ ഇന്നൊരു ആ ഒരു പരിപ്പോട ഉണ്ടാക്കിയ ഒരു പ്രപ്പോസലില്ലേ, ആ പെൺകുട്ടി ഇങ്ങനെ പോയി കണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ സുഭാഷ് ആ ഒരു കാര്യം ശരിക്കും വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ അന്ന് ആ പെൺകുട്ടി ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സുഭാഷിന് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് അന്നേ അങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ അത് വീട്ടിൽ പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അത് ശരിക്കും പറയാണ്ടിരുന്നത്. അപ്പോൾ ആ കല്യാണം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ
ഇവരിട്ട് ഇളക്കി. അപ്പോൾ സുഭാഷ് പറഞ്ഞു, അതന്ന് ആ കല്യാണം നമ്മൾ പെണ്ണ് കാണാൻ പോയില്ലേ, പോയിട്ട് വന്നപ്പോൾ ആ കുട്ടി എപ്പോഴും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ പോയി കണ്ടു. അപ്പോൾ സുധീഷ് ചോദിച്ചു, കണ്ടിട്ട് നിങ്ങൾ എന്താ സംസാരിച്ചേ? അപ്പോൾ സുഭാഷ് പറയും, പിന്നെ മാസങ്ങൾ ഇത്രയും കഴിഞ്ഞു, ഞാനിപ്പോൾ അത് ഓർത്തുകൊണ്ടിരിക്കുക, കണ്ടു ഏതാണ്ടൊക്കെ സംസാരിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതാണോ ഇത്ര വലിയ കാര്യമായിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് സുഭാഷ് റൂമിൽ പോയിട്ട് വയ്ക്കും, അല്ല ഇതിപ്പോൾ ഇവരെങ്ങനെ അറിഞ്ഞാണ് ഇത്രയും നാൾ മുന്നേ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു എന്നുള്ള കേസൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞത് എന്നിങ്ങനെ പറയണേ. ആ സമയം നമ്മുടെ സുധീഷും നിധിയും ഇവരൊക്കെ ചേർന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ടൈമിൽ നമ്മുടെ സുധീഷും നിധിയും കൂടെ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ പെൺകുട്ടിയുടെ വീട്ടിൽ ബ്രോക്കർ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്രമേ വന്നോളാന്ന് ചോദിച്ചപ്പോൾ അതെ ഞങ്ങൾ മാത്രമേ വന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാമെന്ന് സുധീഷ് പറഞ്ഞു. അങ്ങനെ പെൺകുട്ടിയുടെ അച്ഛൻ വന്ന് അവരെ സ്വീകരിച്ചു, ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ സുധീഷിൻ്റെ ഇത് എൻ്റെ വൈഫാണെന്ന് പറഞ്ഞു. എനിക്കറിയാം, നിങ്ങളുടെ കല്യാണമൊക്കെ വൈറൽ കല്യാണം അല്ലായിരുന്നോ, മൊബൈലിലും മറ്റുമൊക്കെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ പെൺകുട്ടിയുടെ അമ്മ വന്നു. അത് കഴിഞ്ഞ് പെൺകുട്ടി കവിതയെന്നാണ് പേര്. അപ്പോൾ വന്നു വിളിച്ചു, ചായയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. സുഖമാണെന്നൊക്കെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഇതെൻ്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമയം അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ അവർക്കുള്ളൊരു കണ്ടീഷൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് സുധീഷ് ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് അന്നേ ആ ഒരു കണ്ടീഷൻ സുഭാഷിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു തന്നെ. അപ്പോൾ സുഭാഷ് അത് പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ വേറൊന്നുമില്ല, ഞങ്ങൾക്ക് ആ വീട്ടിൽ ഞങ്ങളുടെ മോളെ അയക്കുന്നതിനോട് താല്പര്യമില്ല. പ്രത്യേകം ഒരു തൊട്ട് ചേർന്നതിൻ്റെ നിങ്ങളൊരു വീട് എന്തെങ്കിലും വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് മോളെ കെട്ടിച്ച് വിടുന്നതിന് താല്പര്യമൊരു കാര്യം ഞങ്ങൾ വന്ന് തിരക്കിയപ്പോൾ ആ വീട്ടിൽ പെണ്ണ് വായില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നിധി പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയില്ല, ഞാൻ ഇത്രയും നാളായി ആ വീട്ടിൽ വന്നിട്ട് യാതൊരു കുഴപ്പവും ആൾക്കാർ പറയുന്ന പോലെ ഒന്നും അവിടെ ഇല്ല എന്നുള്ളത് നിധി പറയാണ്. ആയിക്കോട്ടെ മോളെ, എന്നാലും കേട്ടതുകൊണ്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, മോളെ കേട്ടതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അതൊരു മനസ്സിലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രോക്കർ പറഞ്ഞു, ഈ ഒരു ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ, അതിന് വേണ്ടിയിട്ട് ഈ കല്യാണം വേണ്ടെന്ന് നിങ്ങൾ വെക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ അതിന് എന്താണെന്ന് വെച്ചാൽ. പക്ഷേ അത് കേട്ടപ്പോൾ നമ്മുടെ സുധീഷിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. കാര്യം എന്ന് വെച്ചാൽ സുഭാഷ് ആ വീട്ടിൽ നിന്ന് പോവുക അല്ലെങ്കിൽ മാറുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് മൂന്നുപേർക്കും നിതീഷിന് ഒട്ടുമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഈ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ സുഭാഷായിട്ട് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ബ്രോക്കർ പറഞ്ഞു, അത് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ആക്കുകയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, എന്തായാലും നിങ്ങൾ വീട്ടിൽ പോയി എല്ലാവരും കൂടെ ഇട്ടൊന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാം. ഓക്കെ ആയിക്കോട്ടെ, അത് മതി എന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയും. നിങ്ങൾ ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞോളൂ, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് നിശ്ചയം നടത്താമെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയണേ. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ച് സന്തോഷത്തോടെ എല്ലാവരും ഇറങ്ങുകയാണ്. ബ്രോക്കറും പോയി ഇവരെ കാറിലും വരികയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് ഇവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഹരീഷും നിതീഷുമാണ് അടുത്ത് നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറഞ്ഞു, ഒരു കണക്കിന് നമുക്ക് വേണ്ടിയിട്ട് സുഭാഷേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ച് തീർക്കണം ആ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ കാരണം അങ്ങനെ ഹോമിക്കപ്പെടേണ്ട കാര്യമില്ല. എവിടെയാണെങ്കിലും സുഭാഷേട്ടൻ സന്തോഷമായിട്ട് ഇരുന്നാൽ പോരെ, നമുക്ക് സുഭാഷേട്ടൻ പൊക്കോട്ടെ എന്ന് പറയും. പക്ഷേ നിതീഷിനത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിരുന്നില്ല. നിതീഷ് വിങ്ങാണ്. അപ്പോൾ നിധിക്കും ഒരു പ്രയാസം. സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. കാര്യം പറഞ്ഞു, ഇന്നതാണ് കണ്ടീഷൻ. അപ്പോൾ ഹരീഷ് പറയാണ്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സുഭാഷ് ഏട്ടനെ നമ്മൾ ശരിക്കും ആക്കണം. അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ ശരിക്കും ഈ വീട്ടിൽ നിന്ന് പോയി മാറി തന്നെ താമസിക്കട്ടെ. അപ്പോൾ സുധീഷ് പറയും, ഞാൻ പണ്ട് തൊട്ടേ പറയാറില്ല, ഇവിടെ നിന്നൊക്കെ മാറി താമസിച്ചാൽ മാത്രമേ ഓരോരുത്തരും രക്ഷപ്പെടുള്ളൂ എന്നുള്ളത് സുധീഷും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നിതീഷിന് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിതീഷ് പറയും, എന്നാലും സുഭാഷ് ഏട്ടൻ ഇല്ലാത്തൊരു വീടോ, എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ ഹരീഷ് വഴക്ക് പറയുന്നത്, നീ വലിയ ഡ്രാമ കളിക്കല്ലേ നിതീഷ്, സുഭാഷ് ഏട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ജീവിതം കളയാനാണോ? ആ മനുഷ്യന് ജീവിക്കണ്ടേടാ. അപ്പോൾ അത് വേണം ഹരീഷ് ഏട്ടാ, പക്ഷേ സുഭാഷ് ഏട്ടൻ ഇല്ലാണ്ട് ഈ വീട്ടിൽ എങ്ങനെയാണ്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് ശരിയാ, കാര്യം സുഭാഷ് ഏട്ടൻ ഉള്ളത് കൊണ്ടാണ് എല്ലാ ദിവസവും ഈ വീട്ടിൽ തന്നെ വരുന്നത്. ആ മനുഷ്യൻ ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയും
അറിയില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം സുധീഷും പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ജീവിതങ്ങളാക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ ബലികേടാക്കുന്നതിനോട് നമ്മൾ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് ഈ വീട്ടിൽ ഏറ്റവും ക്ലോസ് നിതീഷും സുഭാഷ് ചേട്ടനാണ്. അപ്പോൾ നിതീഷിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ അവന് ബുദ്ധിമുട്ടായിരിക്കും, അവനെ വഴക്ക് പറയണ്ട. പക്ഷേ നിതീഷ് ഒരേ കരച്ചിലാണ് കേട്ടോ, സങ്കടമാണ്. എന്നാലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാൻ എനിക്ക് ഏറ്റവും ആഗ്രഹവും ഇഷ്ടമാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു പ്രയാസം എന്നിങ്ങനെ നിതീഷ് പറയുകയാണ്. അപ്പോഴും ഹരീഷ് ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് എത്ര കല്യാണാലോചനകൾ പോയി കണ്ടതാണ്. ഇനി ആ സുഭാഷ് ചേട്ടൻ്റെ ജീവിതം അങ്ങനെ നമ്മൾ ഈ ഓരോ കാരണങ്ങളാണ് നമ്മൾ മാറ്റിയും തിരിച്ചും വെക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ഇത് പറഞ്ഞ് സമ്മതിപ്പിച്ച് നമുക്ക് ഈ ഒരു കല്യാണം തന്നെ നടത്തണം എന്നുള്ളത് അവർ തീരുമാനിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറേ ഇമോഷൻ സീനുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ, കാര്യം സുഭാഷിനെ കുറിച്ച്. അപ്പോൾ ഏകദേശം ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നാളെ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന സീൻ എന്ന് പറയുന്നത് ഈ കാര്യം, അതായത് ഈ കണ്ടീഷൻ, അതായത് വേറൊരു വീടെടുത്ത് താമസിക്കണം എന്ന കണ്ടീഷൻ കല്യാണം നടക്കുന്നവരെങ്കിലും സുഭാഷ് ചേട്ടൻ അറിയരുത്. കല്യാണം കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സീനുകളാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വിവാഹം നടക്കുമോ ഇല്ലേ എന്നുള്ളത്. കാര്യം സുഭാഷ് ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലൊരു നാഥനില്ലാത്തൊരവസ്ഥയാണ് അല്ലേ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കൊടുത്ത് 3 അനുജന്മാരെയും ചേർത്ത് മാറോട് ചേർത്ത് വളർത്തിയെടുത്ത ആളാണ്. അപ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും സുഭാഷിന് ജീവനുള്ളിടത്തോളം കാലം സുഭാഷ് ഇത് അറിയുകയാണെങ്കിൽ ആ നിമിഷം സുഭാഷ് ആ ബന്ധം വേണ്ടെന്ന് തന്നെ വെക്കും. കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന് തന്നെ സുഭാഷ് വയ്ക്കാനാണ് സാധ്യത എന്നൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ആ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ പ്രൊമോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.